BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. UPSC പരീക്ഷ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 11 കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്നവർക്ക് കൃത്യസമയത്ത് പരീക്ഷാ സെന്ററിൽ എത്തുന്നതിനായി ഞായറാഴ്ച രാവിലെ 7 മുതൽ കൊച്ചി മെട്രോ സർവീസ് ആലുവ, തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്ന് ആരംഭിക്കും. നിലവിൽ രാവിലെ 7:30 കൊച്ചി മെട്രോ ഞായറാഴ്ചകളിൽ സർവീസ് ആരംഭിച്ചിരുന്നത്. എറണാകുളം പുല്ലേപ്പടി ആലിംഗപ്പറമ്പിൽ മസൂദ് അന്തരിച്ചു. ചലച്ചിത്ര നടൻ കൊച്ചിൻ ഹനീഫയുടെ സഹോദരനാണ്. ഖബറടക്കം ഇന്ന് രാവിലെ 11 മണിക്ക് എറണാകുളം സെൻട്രൽ മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടന്നു. കുട്ടമ്പുഴ ആനന്ദൻകുടി പുത്തൻ വീട്ടിൽ കിരണിനെ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനാൽ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാട് കടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ റിപ്പോർട്ടിൽ CIG പുട്ട വിമലാദിത്യയുടെ ഉത്തരവിലാണ് നടപടി. കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, കവർച്ച ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മെയ്യിൽ ഇഞ്ചത്തൊടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാഹനം തടഞ്ഞ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിനെ തുടർന്നാണ് കാപ്പ ചുമത്തിയത്. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖലയിലെ വെൽഫിറ്റ് ഓട്ടോ കെയർ ഇൻഡസ്ട്രീസ് കമ്പനിയിൽ വൻ തീപിടുത്തം. ഫാക്ടറിയും ഗോഡൌണും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ട് 5:30 അഗ്നിബാധ. കാറിന്റെ സീറ്റ് കവറുകളും തയ്യാറാക്കുന്ന കമ്പനി 1 വർഷമായി ഭാഗികമായി മാത്രമേ പ്രവർത്തിച്ചിരുന്നുള്ളൂ. തീപിടുത്ത സമയത്ത് ഏതാനും ജീവനക്കാർ മാത്രമാണ് കെട്ടിടത്തിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. റെക്സിൻ, ഫോം ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തീപിടിച്ചത്. കെട്ടിടത്തിനകത്ത് നിന്ന് തീയും പുകയും ഉയർന്നതോടെ സമീപ കമ്പനിയിലെ ജീവനക്കാരാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. കനത്ത പുക വമിച്ചതോടെ കെട്ടിടത്തിനകത്തും വൻതോതിൽ തീ വ്യാപിച്ചിട്ടുണ്ടാകുമെന്ന അനുമാനത്തിൽ കൂടുതൽ അഗ്നിരക്ഷാസേനയുടെ സഹായം അഭ്യർത്ഥിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വിമാനത്തിന്റെ തകരാറിനെ തുടർന്ന് അബുദാബിയിലേക്ക് പോകേണ്ട യാത്രക്കാർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങി. പുലർച്ചെ 4:25 പുറപ്പെടേണ്ടിയിരുന്ന എത്തിഹാദ് എയർവേസ് വിമാനമാണ് തകരാറിലായത്. തകരാർ പരിഹരിച്ച വിമാനം വൈകിട്ട് 4:30 പുറപ്പെടുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പകരം ക്രമീകരണം ആവശ്യപ്പെട്ട് യാത്രക്കാർ ഏറെ നേരം ബഹളം സൃഷ്ടിച്ചു. ഇതോടെ ഇവർക്ക് ഭക്ഷണവും വിശ്രമ സൗകര്യവും പിന്നീട് അധികൃതർ ഏർപ്പെടുത്തി. ഓൺലൈൻ തട്ടിപ്പ് ഉൾപ്പെടെ നിയമവിരുദ്ധ പ്രവൃത്തികൾക്കായി മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ പള്ളുരുത്തി തങ്ങൾ നികർത്തിൽ പറമ്പിൽ അഫ്സർ അഷ്റഫിനെ പിടികൂടി. തോപ്പുകണ്ടി പോളക്കണ്ടം മാർക്കറ്റിന് സമീപം ഷുഹൈബ് ഹസന്റെ പരാതിയിലാണ് തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൈനീസ് കമ്പനിയായ ഇംഗ്ലോൺ എന്ന സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഷുഹൈബ് ഹസൻ ഉൾപ്പെടെ 6 പേരെ പ്രതി ലാവോസിലേക്ക് കൊണ്ടുപോയത്. 50,000 രൂപ വീതം ഇവരിൽ നിന്ന് വാങ്ങിയിരുന്നു. അവിടെ എത്തിച്ച ശേഷം ഇംഗ്ലോൺ കമ്പനിക്ക് 4 ലക്ഷം രൂപ വീതം വാങ്ങി വിൽക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഏപ്രിൽ 4 ഷുഹൈബും സുഹൃത്തുക്കളും ലാവോസിലേക്ക് പോയത്. ലാവോസിലെത്തിയ ശേഷമാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾക്കാണ് തങ്ങളെ എത്തിച്ചതെന്ന് ഇവർ തിരിച്ചറിയുന്നത്. ജോലി ചെയ്തില്ലെങ്കിൽ ശാരീരികമായും മാനസികമായും കമ്പനിക്കാർ പീഡിപ്പിച്ചിരുന്നു. രഹസ്യമായി തങ്ങളുടെ ദുരിതങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ എംബസി ഇടപെട്ട ഈ മാസം 3 ഇവരെ നാട്ടിലെത്തിക്കുകയായിരുന്നു. മടങ്ങിയെത്തിയ 6 പേരിൽ ഒരാൾ മാത്രമാണ് പോലീസിൽ പരാതി നൽകിയത്. ലാവോസിലെ ടോൾഡൻ ട്രയാങ്കിൾ പ്രവർത്തിക്കുന്ന ഇംഗ്ലോൺ ജീവനക്കാരായ സോങ്, ബോഡി എന്നിവരും കേസിൽ പ്രതികളാണ്. അറസ്റ്റിലായ അഫ്സൽ നേരത്തെ ലാവോസിൽ ജോലിക്ക് പോയ ശേഷം മടങ്ങിവന്ന് പിന്നീട് ഇടനിലക്കാരനായി മാറുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വിധിയുടെ വിളയാട്ടത്തിൽ കിടപ്പിലായ വിദ്യാർത്ഥികൾക്ക് ഡയപ്പർ ബാങ്ക് ഒരുക്കി സമഗ്ര ശിക്ഷ കേരള. ജില്ലയിലെ 15 ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകൾക്ക് കീഴിൽ വരുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഡയപ്പർ ബാങ്ക് ഒരുക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം വൈപ്പിൻ BRCയിൽ KN ഉണ്ണികൃഷ്ണൻ MLA നിർവഹിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരിചരണത്തിൽ രക്ഷിതാക്കൾക്കൊരു കൈത്താങ്ങാകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. ജില്ലയിലെ വിദ്യാലയങ്ങളിൽ 6563 ഭിന്നശേഷി വിദ്യാർത്ഥികളാണുള്ളത്. ഇതിൽ തന്നെ 380 പേർ കിടപ്പിലായവരോ വീൽചെയർ സഹായത്തോടെ സഞ്ചരിക്കുന്നവരോ ആണ്. സമഗ്ര ശിക്ഷയുടെ കീഴിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ബുധനാഴ്ചകളിൽ അവരുടെ വീട്ടിലെത്തി ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കിടപ്പിലായ ഒരു വിദ്യാർത്ഥി ദിവസേന ചുരുങ്ങിയത് 3 ഡയപ്പറെങ്കിലും ഉപയോഗിക്കുമെന്നാണ് കണക്ക്. ഈ ഇനത്തിൽ ഒരു വർഷം 1100ഓളം ഡയപ്പറുകൾ ഒരാൾക്ക് വേണ്ടിവരും. ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും സാധാരണക്കാരോ അതിൽ താഴെയുള്ളവരോ ആയതിനാൽ ഇത് രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്.
വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കൾ വിലസുകയും ജനങ്ങൾ ഭയപ്പാടിലായിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകാതെ കുമ്പളം പഞ്ചായത്ത് തെരുവ് നായ്ക്കൾ വാക്സിനേഷൻ ബന്ധീകരണം തുടങ്ങി പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട പദ്ധതിയിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. രാത്രി കൂട്ടമായി എത്തുന്ന ഇവ കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഭീഷണിയായിരിക്കുകയാണ്. വീടുകളിൽ വളർത്തുന്ന ആട്, കോഴി എന്നിവയെ ആക്രമിക്കുകയും കടിച്ചുകീറി കൊല്ലുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം പനങ്ങാട് കാൽനട യാത്രക്കാരിയായ യുവതിയെ നായ്ക്കൾ ആക്രമിച്ചിരുന്നു. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതും ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റിടങ്ങളിൽ നിന്ന് വന്ധ്യീകരിക്കാൻ കൊണ്ടുവരുന്ന നായ്ക്കളെ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തള്ളുന്നതായും നാട്ടുകാർ പറയുന്നു. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഷെൽട്ടർ ഒരുക്കണമെന്ന സർക്കാർ പദ്ധതിയുണ്ടെങ്കിലും അത് നടപ്പിലാക്കാനും അധികൃതർ തയ്യാറാകുന്നില്ലെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ വൻ തീപിടുത്തത്തിന് ശേഷം കൊച്ചി നഗരം വികേന്ദ്രീകൃത മാലിന്യ സംസ്കാരത്തിലേക്ക് മാറിയെന്ന് അവകാശപ്പെടുമ്പോഴും പ്ലാന്റിൽ ലെഗസി വേസ്റ്റിന്റെ അളവ് കൂടി. ഇതെന്തുകൊണ്ടാണെന്ന ചോദ്യമുയർത്തി കോർപ്പറേഷൻ കൗൺസിൽ പ്രതിപക്ഷം. 2 വർഷത്തിനിടെ 3 ലക്ഷം ടണ്ണിന്റെ വർധനവാണ് കോഴിക്കോട് NIT നടത്തിയ ശാസ്ത്രീയ പഠനത്തിൽ കണ്ടെത്തിയത്. ബയോമൈനിംഗ് നടക്കുമ്പോഴും മാലിന്യത്തിന്റെ അളവ് കുറയുന്നതിന് പകരം കൂടിയതെങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്നും കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ബയോമൈനിങ്ങിന് ആദ്യം കരാർ നൽകുമ്പോൾ 5 ലക്ഷം ടൺ മാലിന്യം ബ്രഹ്മപുരത്ത് നിന്ന് ശാസ്ത്രീയമായി നീക്കം ചെയ്യേണ്ടതുണ്ടെന്നായിരുന്നു കണക്ക്. പിന്നീടാണ് തീപിടുത്തമുണ്ടായത്. തുടർന്ന് പുതിയ കമ്പനിക്ക് കരാർ നൽകിയപ്പോൾ ബ്രഹ്മപുരത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ അളവ് 7 ലക്ഷം ടൺ ആണെന്ന് കണ്ടെത്തി. ഇപ്പോഴിവിടെ 8.40 ലക്ഷം ടൺ മാലിന്യമുണ്ടെന്നാണ് NITയുടെ കണ്ടെത്തൽ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.